ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊന്ന് ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗ് ഉണ്ടല്ലോ. ഷോപ്പിംഗ് വെച്ചാൽ വെഡ്ഡിങ് ഒക്കെ വരുന്നുണ്ട്. അമ്മേൻ്റെ കുട്ടീൻ്റെ കല്യാണം, ഹസ്ബൻഡിൻ്റെ അമ്മായിൻ്റെ കുട്ടീൻ്റെ കല്യാണം ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ചെറിയൊരു ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. നമ്മൾ പോയത് JBZക്കാണ്. നിങ്ങൾക്ക് അറിയാലോ, ഫേമസ് യൂട്യൂബ് വ്ളോഗറായ ജൂബി ബാസി ഓരോ ഷോപ്പിക്ക് നമ്മൾ പോയി അധികം ഒന്നും തിരഞ്ഞില്ല. 1-2 ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ നമ്മളത് പർച്ചേസ് ചെയ്ത് പോരുക ചെയ്തത്. ഒരു ചുരിദാർ ബിറ്റ് നോക്കി. വെസ്റ്റേൺ കളക്ഷൻസ് ഇഷ്ടം പോലെ, പാർട്ടി വെയർ ആയാലും ഇല്ലത് നല്ല ഭംഗിയില്ലതാട്ടോ. പക്ഷെ എനിക്ക് ഇട്ടിട്ട് മാച്ച് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ ഡ്രസ്സ് എടുക്കാൻ. എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഞാൻ എപ്പോഴും ഡിസ്പ്ലേസ് കാണുമ്പോൾ ഇങ്ങനത്തെ എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കല്. ഞാൻ ഡ്രസ്സ് ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് ഭംഗിയില്ലാന്ന് കുഞ്ഞുമോ പറഞ്ഞു. പിന്നെ ഞാൻ എടുത്തില്ല. പിന്നെ അവിടെ വെസ്റ്റേൺ കളക്ഷൻസ് ഗൗൺ ഉണ്ടല്ലോ, അപ്പോൾ ട്രെൻഡിങ്ങിന് കഴിച്ചുകൊണ്ട് ആ ഗൗൺ നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. വെസ്റ്റേൺ കളക്ഷൻസ് ആയാലും നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ മൂപ്പര് ഞങ്ങൾ വർത്താനൊക്കെ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ വരുന്നത്. ജിവുവിനൊക്കെ കുറച്ച് നേരം കളിപ്പിച്ചു ജിവുവിന് കാറ്റുണ്ടായിട്ടൊക്കെ കൊടുത്ത്. ബാസിക്കാക്ക് ചോദിച്ചു എവിടുന്നാ വരുന്നതെന്നൊക്കെ ചോദിച്ചു. മഞ്ചേരി എന്നാണെന്നൊക്കെ പറഞ്ഞു. നമ്മൾ യൂട്യൂബ് ബ്ലോഗറാണെന്നൊന്നും നമ്മൾ പറഞ്ഞില്ല. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിട്ടോ. മക്കളും എല്ലാവരും അവിടെ ഓടിപ്പാഞ്ഞ് നടക്കുകയായിരുന്നു. അവിടുന്ന് ഇറങ്ങിയിട്ട് തെണ്ടി തിരിയാൻ വെയ്യ വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ മാൾക്ക് വിട്ടു. അവിടുന്ന് ആയാലും എല്ലാവർക്കും അവിടെ തന്നെ ഉണ്ടാവുമല്ലോ ഷോപ്പുകളിൽ. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാ വിചാരിച്ച് ഇറങ്ങി. അപ്പോൾ ഇത് ഹൈവേ ആണ്. ഹൈവേ ഇവിടുന്ന് ഒരു 40 കിലോമീറ്ററൊക്കെ ഉണ്ട് തോന്നുന്നു കോഴിക്കോട്ടേക്ക്. നമ്മൾ കോഴിക്കോട് പോയി. പെരും മഴയാണ് കേട്ടോ, നല്ല മഴയാണ് ഞങ്ങൾ പോയപ്പോൾ. ഹൈവേ കൂടെ ആകുമ്പോൾ പെട്ടെന്നറിയാലോ മഴൻ്റെ തീവ്രത എത്ര ശക്തിയിൽ വരുന്നുണ്ടെന്ന് കണ്ടാൽ തന്നെ അറിയാം. കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഒരു വണ്ടിയിൽ ആനെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കും കാണിച്ചു തരാൻ വിചാരിച്ചത്. ഞാൻ എൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാറുണ്ട്. വണ്ടി സൂ പറഞ്ഞ ഒരു വിടൽ വിട്ടു. ഒരു മിന്നായം പോലെ കാണുന്നുണ്ട്. ഫ്രണ്ട് ഭാഗം നമ്മൾ കണ്ടില്ല. ജസ്റ്റ് ഒന്ന് മിന്നായം പോലെ കണ്ടു. പിന്നെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തിട്ടോ. ഹൈലൈറ്റ് മാളിൽ എത്തി പാർക്കിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ മാൾക്ക് നേരെ വിട്ടത് ചായ കുടിക്കാനാണ്. കാരണം ഒരു 4 മണി 4:30 സമയമായിക്കണ്. വീട്ടിൽ നിന്ന് കപ്പ ബിരിയാണി കഴിച്ചിറങ്ങിയതാണ്. നമ്മൾ നേരെ ലിഫ്റ്റിക്ക് പോയി. ലിഫ്റ്റിക്ക് നേരെ 3ക്ക് നിൽക്കോ. ചായ കുടിച്ചാൽ തന്നെ ഒരു പരിപാടി നടക്കൂല. നേരെ വിട്ട് ചായ കുടിക്കാൻ. അപ്പോൾ നമ്മൾ നേരെ അവിടെ എത്തിട്ടോ. 3-ാം നിലയിൽ എത്തി. അവിടെ നോക്കിയപ്പോൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഉച്ചയ്ക്ക് ശേഷം എല്ലാവർക്കും ലീവാണല്ലോ. ഭയങ്കര തിരക്ക് മാളിൽ. എന്തൊക്കെയോ പ്രോഗ്രാം, ഇൻഡിപെൻഡൻസ് ഡേ പ്രമാണിച്ച് എന്തൊക്കെയോ ഡാൻസ് പ്രോഗ്രാമൊക്കെ നടക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ചെറുതായിട്ട് ജസ്റ്റൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു. നമ്മൾ ആദ്യം വാഷ്റൂമിൽ പോവാൻ വിചാരിച്ച് ഇറങ്ങിയതാണ്. വാഷ്റൂമിലൊക്കെ ജസ്റ്റ് ഒന്ന് പോയി വന്നു. എന്നിട്ട് നമ്മൾ നേരെ ചായ കുടിക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ അവിടെ തൊള്ളിയും പൊഴിച്ച് നോക്കുന്നു എന്താ പരിപാടി. ഇവിടുന്ന് ഒന്നും കാണുന്നില്ല അവിടെ. പിന്നെ നമ്മൾ നേരെ വിട്ട് ചായ കുടിക്കാനാണ്. ചായ കുടിച്ചാൽ പോയപ്പോൾ ഒരു അപാരത ഉണ്ടായി. ഞങ്ങൾ എന്നും വാങ്ങണ കല്ലുമ്മക്കായാണ്. എന്നും വാങ്ങുന്ന ആ ഷോപ്പിൽ നിന്ന് തന്നെ ഞങ്ങൾ ഇപ്പോഴും കല്ലുമ്മക്കായും ചായയും വാങ്ങിയത്. ആ കല്ലുമ്മക്കായും ചായൻ്റെയും രസം ഭയങ്കര, കല്ലുമ്മക്കായ ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. കാരണം ഇത്രയും ടേസ്റ്റിലെ കല്ലുമ്മക്കായ ഞങ്ങൾ വേറെ എവിടുന്നും കഴിച്ചിട്ടില്ല. അമ്മാതിരി ടേസ്റ്റിലെ കല്ലുമ്മക്കായ. അതോ ഭയങ്കര സ്പൈസി. എനിക്ക് തോന്നുന്നു മുളകിലിട്ടിട്ട് കുളിപ്പിച്ചെടുത്തൊക്കെ തോന്നുന്നു. ഇതുവരെ കഴിച്ചിട്ട് ഇത്ര സ്പൈസിനെസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ല. അമ്മാതിരി വരും. പിന്നെ കുറേ കടികളുണ്ട്. പിന്നെ ഞാനൊരു എന്തോ ഒരു മുട്ട കൊണ്ടുണ്ടാക്കിയ അപ്പം എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ അതും വാങ്ങിച്ചു. അതൊക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ കഴിച്ചിട്ടോ. പിന്നെ എന്തോ ചോക്ലേറ്റിൻ്റെ എന്തോ ബിസ്ക്കറ്റോ ചിപ്സ് എന്തോ ഉണ്ടായിരുന്നു. അതും വാങ്ങിച്ച് കഴിച്ചു. ഭയങ്കര ഹൈലൈറ്റ് മാളിൽ പറയാതിരിക്കാൻ വയ്യ. അമ്മാതിരി തിരക്ക്. ഡാൻസൊക്കെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയതാട്ടോ. എന്താ പരിപാടി എനിക്ക് കറക്റ്റ് മനസ്സിലായി. ഇൻഡിപെൻഡൻസ് ഡേ എന്തോ ഒരു പരിപാടിയാണ്. സ്കൂളുകളിൽ വന്നിട്ട് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇത് ജസ്റ്റ് നമ്മൾ സൂം ചെയ്തെടുത്ത വീഡിയോസാണ്. പിന്നെ താഴെ ആയാലും എല്ലാ ഷോപ്പുകളിലും ഒരുവിധം ഹൈപ്പർ മാർക്കറ്റൊക്കെ അടുക്കൂല. അമ്മാതിരി തിരക്കാണ് കേട്ടോ. കല്ലുമ്മക്കായൻ്റെ ടേസ്റ്റോടാണെങ്കിൽ എനിക്ക് മതിയാക്കാനും തോന്നുന്നില്ല. പക്ഷെ എന്നാൽ ഭയങ്കര എരിവ്. എന്തൊരു എരിവ് എന്നറിയോ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്ര എരിവുള്ള സാധനം ഞാൻ കഴിക്കണത്. ഇതുവരെ ഞാൻ അങ്ങനെ സ്പൈസി ഫുഡ് ഇത്ര സ്പൈസിയിൽ ഞാൻ കഴിച്ചിട്ടില്ല. എന്തൊരു സ്പൈസി എന്നറിയോ. എന്നാലും ഞാനത് എരിഞ്ഞുകൊണ്ട് ഞാനത് ഫുള്ളാക്കി. എരിവുണ്ടെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് അതിന്. ഉണ്ടോ, ഫുഡ് കോർട്ടിലൊന്നും സ്പേസേ ഇല്ല. അമ്മാതിരി തിരക്കാണ്. ഇരിക്കാനൊന്നും സ്പേസേ ഇല്ല. പിന്നെ ഈ സൈഡിൽ പുതിയതായിട്ട് തുടങ്ങിയ ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്.
പിന്നെ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ അലച്ചിൽ തുടങ്ങിട്ടോ. കണ്ടോ, ഇതൊക്കെ ഈ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവിടെ ഇവിടെ ആണ് സ്റ്റേജ്. അങ്ങനെ പല വേഷത്തിലുള്ള കുട്ടികളും ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ ഞാൻ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ തുടങ്ങി നമ്മൾ ഡ്രസ്സ് എടുക്കല ഭാരത. സകല ടെക്സ്റ്റൈൽസിലും മീൻസ് ചെറിയ ചെറിയ ഷോപ്പുകളിലും ഒക്കെ കയറി. ഇവിടുന്ന് കുട്ടും കരുതിയിട്ടാണ് ഇവിടെ വന്ന് നോക്കിയത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഓൾഡ് ഫാഷൻ ഡ്രസ്സാണ് അവിടെ ഉള്ളത്. ഫുൾ ഇൻകിലൊക്കെ നോക്കിയപ്പോൾ ഓൾഡ് ഫാഷനിലെ ഡ്രസ്സ്. കിഡ്സിന് ഇവിടെ ബേബി കെയറിൽ ഓൾറെഡി സെലക്ഷൻ ഇല്ല, കുറവാണ്, ഭയങ്കര കുറവാണ്. തീരല്ല പറഞ്ഞാൽ തീരല്ല ബേബി കെയറിൽ. അവിടെ കുറേ നോക്കി, പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് പേഴ്സണലി ഒന്നും ഇഷ്ടമായില്ല. ഒക്കെ എന്തോ കെട്ട് പഴക്കല്ല പോലെയൊക്കെ തോന്നുന്നു. അപ്പോൾ പിന്നെ ഞാൻ എടുത്തില്ല. കണ്ടോ, ഒറ്റങ്ങൾ വെയ്ത്താൽ എന്താ ഡ്രസ്സ് എടുക്കാൻ വന്ന ഡ്രസ്സ് എടുക്കാൻ സമ്മതിക്കണില്ല. കാരണം മക്കൾ ഓടിച്ചാടി നടക്കണം, അവൻ്റെ പിന്നാലെ ഓടാൻ തന്നെ ഒരാൾ വേണം. അതിന് നിഷുവിനും കൊണ്ട് പോന്നാൽ അത് നടക്കുന്നു, അത് നടക്കില്ല. പിന്നെ അവിടുന്ന് ഇറങ്ങി പിന്നെ നമ്മൾ സുഡിയോയിൽ കയറി. സുഡിയോയിൽ കയറി എനിക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പർച്ചേസ് ചെയ്യാൻ തോന്നണില്ല. എന്താ വെച്ചാൽ അവിടെയും ഭയങ്കര തിരക്കാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാം ഉണ്ട്, കളക്ഷനും കാര്യങ്ങളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷനൊക്കെ ഉണ്ട്. എനിക്കിഷ്ടമായൊക്കെ ചെയ്തു, പക്ഷെ ഞാൻ എനിക്ക് എടുക്കാൻ തോന്നണില്ല. ഇത് മിനി ലിപ്സ്റ്റിക്കാണ്. പിന്നെ അവിടുത്തെ കുറേ പെർഫ്യൂം കുറേ കയ്യുമ്മലടിച്ച് സ്മെല്ല് ചെയ്തു നോക്കി. എടുക്കണം കരുതി സ്മെല്ല് ചെയ്താൽ, പക്ഷെ എനിക്ക് എടുക്കാൻ തോന്നിയില്ല, എന്തേ ആവും. അങ്ങനെ ക്യൂട്ടായ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മേക്കപ്പ് പ്രോഡക്റ്റിക്ക് കിടന്നു. ലിപ്സ്റ്റിക്ക് ഓരോന്നും ട്രയൽ ചെയ്യാൻ തുടങ്ങി. ഒക്കെ ട്രൈ ചെയ്യും, പക്ഷേ ഇതെന്താ വെച്ചാൽ ഭയങ്കര സ്മജ്ജാവണുണ്ട്, പെട്ടെന്ന് റിമൂവ് ആയി പോകുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതെടുത്തില്ല. ലിക്വിഡും മറ്റേതും മറിച്ചതും പല ടൈപ്പ് ലിപ്സ്റ്റിക്ക് ഉണ്ട്. പിന്നെ ലിപ് ഗ്ലോസ് മറ്റേത് മറിച്ചത് എല്ലാം ഉണ്ട്, പക്ഷെ ഒക്കെ ലോക്കൽ സാധനമാണ്. പക്ഷെ ഒന്നും ഞാൻ എടുത്തില്ല. ഒക്കെ ടെസ്റ്റ് ചെയ്തു എന്നല്ലാതെ ഞാനൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. പിന്നെ ഇതുവരെ എവിടെയും ഒരു ലിപ്സ്റ്റിക് കളക്ഷൻസും കാണാത്ത ഷെയ്ഡൊക്കെ ഇടും. കാരണം ഇന്ത്യൻ സ്കിൻ ടോണിന് ചേരുന്ന ടൈപ്പ് ലിപ്സ്റ്റിക്കേ അല്ല ചിലതൊന്നും. ചിലതൊക്കെ നല്ല ലിപ്സ്റ്റിക്കാണ്. ലിപ് ഗ്ലോസ് ഒക്കെ ടെസ്റ്റ് ചെയ്യാൻ വരികയാണ്, ജസ്റ്റ് ഇട്ടിട്ട് പോവുക ചെയ്യണത്, ടെസ്റ്റ് ചെയ്തിട്ട്. ഞങ്ങളും ജസ്റ്റ് അതേപോലെ ഒന്ന് ജസ്റ്റ് ചെയ്തു. ഇത് വാങ്ങിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. 69 രൂപ, 149 രൂപ അതൊക്കെയാണ്. ഇതൊന്നും നമുക്കൊരിക്കലും നമ്മളെപ്പോലത്തെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാക്ക് പറ്റിയൊരു സംഭവമല്ല. യൂസ് ചെയ്യണോലും ഉണ്ടാവും കേട്ടോ. ബ്രൈഡ്സിന് നമുക്ക് പേഴ്സണൽ യൂസിന് അങ്ങനെയൊക്കെ പറ്റുന്നല്ലാതെ ബ്രൈഡ്സിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ പൊതുവെ അങ്ങനെ ലിപ്സ്റ്റിക്ക് അങ്ങനെ അധികം യൂസ് ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഞാൻ ബ്രൈഡ്സിന് യൂസ് ചെയ്യാൻ വാങ്ങുന്നല്ലാതെ എൻ്റേതായി ഞാൻ വെഡ്ഡിങ് ഒക്കെ ഉണ്ടെങ്കിലേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. പിന്നെ എനിക്കത് വാങ്ങിയോണ്ട് ഒരു ഉപകാരമില്ല. നിഷും കുറേ തപ്പിക്കണു. പിന്നെ ഡ്രസ്സ് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നെ മക്കളെ വെയ്ത്താലെ നടന്ന് കണ്ടോ, ഓന് കണ്ടോ ഓളി പറഞ്ഞ് കളിച്ചാണ്. പിന്നെ നമ്മൾ അവിടുന്ന് സ്റ്റുഡിയോന്നും ഇറങ്ങി. മക്കൾ നിൽക്കാൻ സമ്മതിക്കാത്തതുകൊണ്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി. പിന്നെ ഓൾക്ക് പാർക്കിൽ കളിക്കണം പറഞ്ഞു. കുറച്ച് നേരം പാർക്കിലൊക്കെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. പിന്നെ ലൈഫ് സ്റ്റൈൽ പറഞ്ഞൊരു ഈ ഷോപ്പിൽ കയറി. അവിടെ കുട്ടി കിഡ്സിൻ്റെ കളക്ഷൻ അടിപൊളിയാട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട് ബോയ്സിന്, കുട്ടിയൊക്കെ ഉള്ളത് നല്ല കളക്ഷൻസ്. പക്ഷെ അവിടുന്ന് പർച്ചേസ് ചെയ്യാൻ മക്കൾ സമ്മതിച്ചില്ല. ഓല് ഓടിച്ചാടി നടന്നിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയണില്ല. കാരണം ഓരോ പിന്നാലെ ഓടൽ തന്നെ ഒരു പണിയാണ്. പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഒരു ദിവസം പോയി എടുക്കണത്. നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല മെറ്റീരിയലാണ്. ഭയങ്കര റേറ്റ് ഒന്നുമില്ല, നമുക്ക് അഫോർഡബിൾ ചെയ്യാൻ പറ്റുന്ന റേറ്റ് തന്നെ ഉള്ളൂ. വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസും ഉണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളത് അങ്ങനെയുണ്ട്. പിന്നെ ഓഫറിലുള്ളതായാലും അങ്ങനെയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവിടുത്തെ കളക്ഷൻസ്. ജെൻസിനില്ല, കിഡ്സിന് കേട്ടോ. ജെൻസിനും ഉണ്ട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ജെൻസിനും കിഡ്സിനും മാത്രമല്ല ഷോപ്പാണ് തോന്നുന്നു, ലേഡീസിന് ഞാൻ അധികം കണ്ടില്ല. കണ്ടോ, കിഡ്സിൻ്റെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഓലെ പിന്നാലെ ഓടിച്ചാടി നടക്കണ്ടപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുക ചെയ്തത്. അതൊന്നും എടുക്കാൻ സമ്മതിച്ചില്ല. പിന്നെ ഓൾക്ക് പാർക്ക് പോകണം പറഞ്ഞ് വാശി പിടിച്ചപ്പോൾ ഓലെ ജസ്റ്റ് ഒന്ന് പാർക്ക് കൊണ്ടുപോയി. ഒരു 20 മിനിറ്റോളം അവിടെ സ്പെൻഡ് ചെയ്തു. ഓൾക്ക് ഇങ്ങനെ ഇതിലൊക്കെ ചാടി കളിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെ അങ്ങനെ ടൈം സ്പെൻഡായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ബായ്.